എൽമാസ് ടൈലറിംഗ് വേൾഡിലേക്ക് സ്വാഗതം. 6 പാനൽ കുർത്തി നമുക്ക് എളുപ്പത്തിൽ എങ്ങനെയാണ് വെട്ടിത്തയ്ക്കുന്നതെന്നാണ് ഇന്ന് നോക്കുന്നത്. അപ്പോൾ ഇത് ഫ്രണ്ട് ഓപ്പൺ ആണ്. 6 പാനൽ കുർത്തി തയ്ക്കാൻ വേണ്ടി തുണി എടുത്തിട്ടുള്ളത് 3 മീറ്ററാണ്. അപ്പോൾ ഇത് നമുക്ക് ഫ്രണ്ട് വശം നമുക്ക് ആദ്യം കട്ട് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഫ്രണ്ട് ഓപ്പൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രണ്ട് വശം നമ്മൾ ഓപ്പൺ സൈഡായിട്ടാണ്, കാരണം നമ്മൾ ഫോൾഡഡ് സൈഡല്ലേ ഇടുക, ഇത് നമ്മൾ ഓപ്പൺ സൈഡായിട്ടാണ് നമ്മൾ മടക്കി വെക്കുന്നത്. അപ്പം നീളത്തിൽ നമുക്ക് മടക്കാം. അപ്പോൾ നമ്മുടെ വശത്തേക്ക് സാധാരണ നമ്മൾ മടക്ക് പീസാണ് ഇടുന്നത്, ഫോൾഡഡ് സൈഡാണ് നമ്മൾ സാധാരണ ഇടുക. ഇതിപ്പോൾ നമ്മൾ 6 പാനൽ കുർത്തി നമ്മൾ ഓപ്പൺ കൊടുത്ത് തയ്ക്കുന്നുണ്ട്. നമ്മൾ ഫോൾഡഡ് സൈഡല്ല, ഇവിടെ നമ്മൾ ഓപ്പൺ സൈഡാണ് നമ്മൾ നമ്മുടെ സൈഡിലേക്ക് ഇട്ടേക്കുന്നത്. ഈ തേറ്റുവശം കട്ട് ചെയ്ത് കളയാം, അല്ലെങ്കിൽ അത് ഭംഗിയായിട്ട് നിൽക്കില്ല. ഇനി നമുക്ക് ഇവിടെ 1 ഇഞ്ച് വീതിയിൽ അല്ലെങ്കിൽ 1.5 ഇഞ്ച് വീതിയിൽ നമുക്കൊന്ന് മടക്കി വെക്കാം. അതിനുശേഷം ഇറക്കും. ഇപ്പോൾ 46 തയ്ച്ച് തീരുമ്പോൾ കിട്ടുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ 1.5 ഇഞ്ച് കൂട്ടും. അപ്പോൾ 47 നമുക്ക് കിട്ടി. നമ്മൾ ഇറക്കം വിട്ടടയാക്കി 4.5 ഇഞ്ച് അടയാളത്തിൽ നമ്മളൊന്ന് അടയാളപ്പെടുത്തുകയാണ്. 4.5 ഇഞ്ച്. അപ്പോൾ നമുക്ക് ഈ ഇറക്കത്തിൽ നിന്നും വണ്ണവും വയറും കൂടുതലുള്ളവരാണെങ്കിൽ നമ്മൾ ഒരു 11 ഇഞ്ച് ഇറക്കത്തിൽ, അതായത് വേസ്റ്റ് തൊട്ട് മുകളിൽ നിൽക്കുന്ന പോലെ നമ്മൾ ഇറക്കം പിടിച്ചിട്ട് അവിടെ നിന്നാണ് നമ്മൾ ഇത് ചെരിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് വണ്ണം വയറ് കുറവാണെങ്കിൽ നമ്മൾ വേസ്റ്റ് ലെങ്ത് കണക്കാക്കിയിട്ട് ഒരു 14 ഇഞ്ച് കണക്കാക്കിയിട്ടാണ് നമ്മൾ അവിടെ നിന്നാണ് താഴേക്ക് ചെരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആളാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ 14 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 4.5 ഇഞ്ച് ഇവിടുത്തെ വണ്ണമായിട്ടും എടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾ താഴെ വശത്ത് ഇവിടെ എത്രയാണ് സ്പേസ് ഉള്ളത് നോക്കുക, അതായത് ഇവിടെ എത്രയാണ് വണ്ണം ഉള്ളത് നോക്കുക. ഇവിടെ നമുക്ക് 20 ഇഞ്ചാണ് വണ്ണം ഉള്ളത്, അതിൻ്റെ നേർപകുതി 10 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി. ഇവിടെ നമ്മൾ ഈ 4.5 ഇഞ്ച് ഈ 14 വരെ നമ്മൾ നേരെ വരയ്ക്കും. നമ്മളിവിടെ നിന്ന് മുകളിലത്തെ ഇറക്കത്തിൽ നിന്ന് ഈ 14 വരെ നമ്മൾ നേരെ വരച്ചു. അതിനുശേഷം നമ്മളിവിടെ വണ്ണത്തിൻ്റെ പകുതി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചെരിച്ച് വരയ്ക്കുന്നു. നമ്മളിങ്ങനെ ചെരിച്ച് വരച്ചു. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ മെയിൻ പീസ് നമുക്ക് ഫ്രണ്ടിലത്തെ, അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. എങ്കിൽ നമുക്ക് ഇത് നേരെ നമ്മൾ തിരിച്ചിട്ടിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് വണ്ണത്തിനനുസരിച്ച് വ്യത്യാസം വരും. വണ്ണം കുറഞ്ഞവരാണെങ്കിൽ നമുക്ക് ഈ 4.5 വേണ്ട, 4 മതിയാവും. അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലത്തെ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡാണ് കട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തപ്പോൾ ഇതിൻ്റെ താഴെ വശം നമുക്ക് വീതി കൂടിയും മുകൾ വശം നമുക്ക് വീതി കുറഞ്ഞുമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ സൈഡ് പീസ് നമുക്ക് ഇവിടെ വീതി കുറവും ഇവിടെ വീതി കൂടുതലാണ്. അപ്പോൾ നമ്മൾ നേരെ തിരിച്ചിടുന്നു. ഇത് താഴെ വശമാക്കി, ഇത് മുകൾ വശമാക്കി. ഇനി നമുക്ക് ഈ ഷേപ്പിൽ നിന്ന് കറക്റ്റ് ചെയ്യണം. ഇവിടുന്ന് വരുന്ന ഈ ഷേപ്പ് നമ്മൾ ഇത്രയും ഭാഗം ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കും. അത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. അതവിടെ നിന്നാൽ നമുക്ക് ഭംഗിയായിട്ട് തയ്ച്ചെടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ഏകദേശം നമുക്ക് നേരെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് കൈക്കുഴി. 19 ഇഞ്ചാണ് നമുക്ക് ഫോൾ റൗണ്ടായിട്ട് വരുന്നത്. അതിന് നമ്മൾ 6.5 ഇഞ്ച് കൈക്കുഴിയുടെ ഇറക്കമായിട്ട് കൊടുത്തു. ഇവിടെ നമ്മൾ ഒരു 8 ഇഞ്ച് വണ്ണം അടയാളപ്പെടുത്തും തയ്യൽ തുമ്പ്. ഇവിടെ ഷോൾഡറിന് നമ്മൾ 4 ഇഞ്ച് നമുക്ക് വരച്ചെടുക്കാം.
അപ്പോൾ ഇങ്ങോട്ട് നമുക്ക് ഷേപ്പ് വരയ്ക്കണമെങ്കിൽ ഇത് രണ്ടും കൂട്ടിയടിച്ചാലേ നമുക്ക് വണ്ണം കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് നമ്മൾ ഏകദേശം ഒരു ഷേപ്പ് ഇങ്ങനെ ആക്കും. നമ്മൾ കൈക്കുഴി അടയാളപ്പെടുത്തിയിട്ടുണ്ട്, അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഓപ്പൺ അല്ല, ഫോൾഡഡ് സൈഡാണ്, അത് കട്ട് ചെയ്തെടുക്കണം. ഇവിടെ നമ്മൾ ഒരു 3/4 ഇഞ്ച് നമ്മൾ ചെരിച്ച് കട്ട് ചെയ്യും സൈഡ് വശം. നമുക്കിത് ഇടിച്ചെടുക്കാം. ഒരു ഷേപ്പിന് വേണ്ടി നമ്മൾ നമുക്ക് അടിച്ചു കഴിഞ്ഞിട്ട് വണ്ണം രേഖപ്പെടുത്തുമ്പോൾ നമുക്കത് കറക്റ്റ് ചെയ്യാം. നമ്മൾ കൈക്കുഴി കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് പുറകുവശം ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം. പുറകുവശം കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫോൾഡഡ് സൈഡാണ് നമ്മുടെ സൈഡിലേക്ക് ഇടുക, കാരണം അത് ഓപ്പൺ അല്ല. ഫ്രണ്ട് മാത്രമേ ഓപ്പൺ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് കഴുത്ത് ഇവിടെ കട്ട് ചെയ്യണം. അപ്പോൾ കഴുത്തിറക്കം നമുക്ക് വരുന്നത് 6.25 ഇഞ്ചാണ്. അകലം വരുന്നത് 3 ഇഞ്ചാണ്. അവിടെ ഷോൾഡറിന് വീതി കുറവാണ്, അതുകൊണ്ടാണ് ഞാൻ അതിൽ 4 ഇഞ്ച് എടുത്തത്. നമുക്കിതിന് വരച്ചെടുക്കാം. നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ കഴുത്ത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പുറകുവശമാണ് കട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ സൈഡ് ഞാൻ കറക്റ്റ് ചെയ്തതാണ്. പിന്നെ നമുക്ക് പുറകുവശം കട്ട് ചെയ്യാം. ഇപ്പോൾ പുറകുവശം കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫോൾഡർ സൈഡ് നമ്മളടുത്തേക്കാണ് ഇടുന്നത്. നീളത്തിൽ മടക്കുന്നു. നമുക്കിതേ വണ്ണത്തിൽ ഫ്രണ്ട് സൈഡ് ഫോൾഡഡ് സൈഡ് നടുക്ക് വരുന്ന പോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. നമുക്കിതേ വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഇത് നമ്മുടെ ഓപ്പൺ സൈഡാണ് ഫ്രണ്ട്, ഇത് നമ്മുടെ ഫോൾഡഡ് സൈഡാണ്. ഈസിയാണ്, നമുക്ക് വെട്ടൽ എളുപ്പമാണ്, പേടിക്കേണ്ടതൊന്നുമില്ല. നമ്മളത് വെട്ടിക്കഴിഞ്ഞ് നമുക്ക് കഴുത്താണ് കട്ട് ചെയ്യേണ്ടത്. നമ്മൾ ഫ്രണ്ട് വശത്ത് 6 ചെയ്തത്, 6 ഇഞ്ച് ഇറക്കമാണ്. നമ്മൾ പുറകിൽ നമ്മൾ 5.5 ഇഞ്ചാണ് കഴുത്തിറക്കം കൊടുക്കുന്നത്. ഇതേ വലുപ്പത്തിൽ നമ്മളത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡ് പീസ് ഇതുപോലെ തന്നെ, ഇത് നമുക്ക് താഴെവശമായിട്ട് വീതിയുള്ള സ്ഥലം നമുക്ക് താഴെവശമായിട്ട് എടുക്കണം. ഇത് നമ്മുടെ മുകൾ വശം, നമ്മൾ കൈക്കുഴിയൊക്കെ കട്ട് ചെയ്യുന്ന മുകൾ വശമായിട്ട് നമുക്ക് കട്ട് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയാണ് വരിക. നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇറക്കം കട്ട് ചെയ്തെടുക്കണം.
ഇനി നമുക്ക് ഈ സൈഡ് ഒന്ന് കറക്റ്റ് ചെയ്യേണ്ടതുണ്ട്. കുറച്ച് ഭാഗം നമുക്കിവിടെ ലെവൽ ചെയ്തെടുക്കേണ്ടതുണ്ട്. നമ്മൾ 6 പാനൽ കുർത്തിയുടെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നതാണ് കണ്ടതുള്ളൂ. ഈ ഫ്രണ്ട് വശം നമുക്ക് കുറച്ചുകൂടെ കുഴിച്ച് വെക്കണം. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കൈയാണ് കട്ട് ചെയ്യേണ്ടത്. നമ്മുടെ 6 പാനൽ കുർത്തിയുടെ കട്ടിങ് കഴിഞ്ഞു. ഇനി നമുക്ക് കൈയും കൂടെ കട്ട് ചെയ്യാം. ലൈനിങ് ഇല്ല ഇതിന്, കട്ടിയുള്ള തുണി ആയതുകൊണ്ട് തന്നെ നമ്മൾ ലൈനിങ് കൊടുക്കുന്നില്ല. നമുക്ക് 4 ആക്കി മടക്കാം കൈക്ക് വേണ്ടി. ഇറക്കം നമുക്ക് 14 ഇഞ്ചാണ് തയ്ച്ച് തീരുവാൻ വേണ്ടത്. അതിൻ്റെ കൂടെ നമ്മൾ 1.5 ഇഞ്ച് കൂടുതലിട്ടു മടക്കി തയ്ക്കുക. നമുക്ക് റിഗാൾ ഷേപ്പ് 3.5 ഇഞ്ച്. വണ്ണം ഇവർക്ക് കൈക്ക് വണ്ണം കുറവുള്ള ആളായതുകൊണ്ട് മുകൾവശത്തെ വണ്ണം 8.5 എടുക്കുന്നത്. താഴെ വശത്ത് 5. തയ്യൽത്തുമ്പ് നമുക്ക് ഷേപ്പ് ചെയ്ത് വരയ്ക്കാം. കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കൈ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ രണ്ട് വശം നമുക്കൊന്ന് കട്ട് ചെയ്യാം. നമ്മളതും കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടിക്കുന്ന നേരത്ത് കാണിക്കാം. ഇത്രയാണ് നമ്മുടെ കട്ടിങ്ങിൻ്റെ പ്രത്യേകത. എളുപ്പമാണ് നമുക്ക് കട്ട് ചെയ്യാൻ. ആ ഷേപ്പ് മാത്രം നോക്കിയാൽ മതി, വേറൊന്നും നോക്കേണ്ടതില്ല. നമ്മൾ പാനൽ കുർത്തി 6 പാനൽ കുർത്തി തയ്ക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ വെട്ടിയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്കിത് തയ്ച്ചെടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ തയ്ക്കുന്നത് ഫ്രണ്ട് പീസാണ്. നമ്മളത് ഒരു പീസ് തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചിലരിത് പതിച്ചടിക്കും, പക്ഷെ ഞാനിവിടെയും പതിച്ചടിക്കുന്നില്ല. കാരണം ലൈനിങ് ഇല്ലാതെ കൊടുക്കുന്നതുകൊണ്ട് തന്നെ ചിലപ്പം പതിച്ചടിച്ചാൽ ചുളുക്കം വരും. അപ്പോൾ നമ്മൾ അയൺ ചെയ്ത് കറക്റ്റ് ചെയ്യുകയാണ് ചെയ്യുക. നമ്മൾ ഓപ്പൺ കൊടുക്കാൻ വേണ്ടി എടുത്ത് ഫ്രണ്ട് പീസ് എടുക്കുക. അപ്പോൾ അടിവശത്ത് നമ്മൾ ഒരു 7 ഇഞ്ച് ഓപ്പൺ കൊടുക്കുന്നുണ്ട്. 7 ഇഞ്ച് അടയാളപ്പെടുത്താം നമുക്ക്. നമുക്ക് ഓപ്പൺ കൊടുക്കാൻ വേണ്ടി 7 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്താം. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് 1/2 ഇഞ്ച് സ്പേസ് ഇട്ടിട്ട് അടിച്ചു കൊടുക്കാം. 1/2 ഇഞ്ച് തയ്യൽത്തുമ്പ് ഇട്ടിട്ട് നമ്മൾ അടിച്ചു കൊടുക്കാൻ പോവാണ്. നമ്മൾ ഓപ്പൺ കൊടുക്കുന്ന ഭാഗം ഒഴിവാക്കിയിട്ട് നമ്മൾ മുകളിലേക്ക് കുത്തിയടിക്കുകയാണ്.
നമ്മൾ കഴുത്തിൻ്റെ അവിടം വരെ നമ്മൾ കൂട്ടി അടിച്ചിട്ടുണ്ട്. നമ്മൾ കൂട്ടി അടിച്ചിട്ടുണ്ട്. അപ്പം സാധാരണ ചിലർ ചെയ്യുന്നത് ഇത് പതിച്ചടിക്കും. അപ്പം പതിച്ചടിച്ച് കഴിയുമ്പോൾ ചില തുണികളിൽ നമുക്ക് ചുളുക്കം അനുഭവപ്പെടും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ തുണിയിൽ നമ്മൾ ഇത് ലൈനിങ് ഇല്ല, അതുകൊണ്ട് തന്നെ നമ്മൾ പതിച്ചടിക്കുന്നില്ല. നമ്മളിത് അയൺ ചെയ്ത് നല്ല വൃത്തിയാക്കി എടുക്കുന്നേ ഉള്ളൂ. അപ്പം നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് തൂത്ത് കൊടുക്കുന്നു, നഖം കൊണ്ട് തൂത്ത് കൊടുത്ത് കറക്റ്റ് ചെയ്തു. ഇനി നമുക്കിതിൻ്റെ കഴുത്താണ് അടിക്കേണ്ടത്. അതിന് സെപ്പറേറ്റ് പീസ് വെട്ടിയിട്ടാണ് അടിക്കുന്നത്. അപ്പം വെട്ടിയെടുത്തിട്ട് കാണിക്കാം. നമ്മളിങ്ങനെ കട്ട് ചെയ്യാത്ത തുണിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കഴുത്തിൻ്റെ കട്ട് ചെയ്ത തുണി നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. കാരണം ഒന്ന് കട്ട് ചെയ്യാതെ ഒന്ന് കട്ട് ചെയ്ത് അടിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ കഴുത്ത് നമുക്ക് അകന്നു പോകാതിരിക്കാൻ അത് ഉപകാരപ്പെടും. നമ്മൾ ക്യാൻവാസ് വെച്ച് തയ്ക്കുമ്പോൾ ഇവിടെ ഒരു പീസ് വെച്ചിട്ട് തയ്ക്കാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതെല്ലാം ഈ കഴുത്ത് അകന്നു പോകാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന ട്രിക്കുകളാണ്. അപ്പോൾ ഇതും അങ്ങനെ തന്നെയാണ്. നമ്മൾ കഴുത്ത് കറക്റ്റായിട്ട് നമുക്ക് ആ കഴുത്ത് നമ്മൾ വെട്ടിയ ആ രീതിയിൽ തന്നെ നമുക്ക് അകലം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പീസ്, അതായത് എക്സ്ട്രാ പീസ് നമ്മൾ അടിക്കുന്നത് കഴുത്തിൻ്റെ ഷേപ്പ് കട്ട് ചെയ്യാതെയാണ് നമ്മൾ അടിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്കത് അടിച്ചെടുക്കാം. ഇനിയാണ് നമ്മൾ കഴുത്ത് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് നമുക്ക് കഴുത്ത് അടിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇവിടെ ഒതുങ്ങി തന്നെയാണ് ഇവിടെ വിടർന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ഉള്ളിലത്തെ കട്ട് ചെയ്തിടാം. ഇനി നമുക്കിത് കട്ട് കൊടുത്തിട്ട് തിരിച്ചടിക്കാം. അപ്പോൾ നമുക്ക് ഇത് 6 പീസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത് തയ്ക്കേണ്ടതൊന്നും ആവശ്യമില്ല. അതായത് കൈത്തയ്യൽ എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് നമ്മൾ സൈഡ് പീസ് അടിക്കുന്നതിന് മുന്നേ കഴുത്ത് അടിച്ച് മറിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് ഇതിലേക്ക് അറ്റാച്ച് ചെയ്താൽ മതി. ഇത് നമുക്ക് തയ്ക്കാതിരിക്കാൻ വേണമെങ്കിൽ ചെയ്യാം. സ്റ്റിച്ചിങ് പുറത്ത് കാണുന്ന ഇഷ്ടമില്ലാത്തതുണ്ടെങ്കിൽ തയ്ക്കാതെ നമുക്ക് തേച്ചിട്ട് കറക്റ്റ് ചെയ്യാം. ചിലർക്ക് അങ്ങനെ തയ്ക്കുന്ന ഇഷ്ടമുണ്ടാവില്ല, അതായത് മെഷീൻ സ്റ്റിച്ച് ചെയ്യുന്ന ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മൾ തേച്ച് അയൺ പെട്ടിയും തേച്ച് കറക്റ്റ് ചെയ്ത് കഴുത്ത് നല്ല ഭംഗിയായിട്ട് കറക്റ്റ് ചെയ്യും ഇങ്ങനെ. അപ്പോൾ ഇതിൻ്റെ പുറത്ത് അടുപ്പ് വരികയില്ല. അപ്പോൾ നമ്മൾ കറക്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ അറ്റാച്ച് ചെയ്ത് വെക്കാം. ജസ്റ്റ് ഒന്ന് മാറിപ്പോകാതിരിക്കാൻ ചെയ്യാം. ഇനി നമുക്ക് ബാക്കിയുള്ള തുണി കട്ട് ചെയ്തിടാം. ഇനി നമുക്കിതിൻ്റെ പീസ് ഒന്ന് മടക്കി തയ്ക്കും. ഇതിൻ്റെ അടിവശം അപ്പോൾ നമ്മളത് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് സൈഡ് പീസ് വെച്ച് കൊടുക്കണം. പുറകെ എടുത്ത് തയ്ച്ചെടുക്കണം. അപ്പോൾ പുറകെ എടുത്ത് തയ്ച്ചെടുത്തിട്ട് കാണിക്കുക. ഇതുപോലെ തന്നെയാണ് നമ്മൾ പുറകെ എടുത്ത് തയ്ച്ചെടുക്കുന്നത്. നമ്മൾ എക്സ്ട്രാ എടുക്കുന്ന പീസ് നമ്മൾ കട്ട് ചെയ്യാതെ, ചുരിദാറിൻ്റെ പീസെ കട്ട് ചെയ്താൽ എക്സ്ട്രാ പീസ് കട്ട് ചെയ്യാതെയാണ് നമ്മൾ കഴുത്ത് തയ്ച്ചെടുക്കുന്നത്. അപ്പോൾ അതും കൂടെ തയ്ച്ചിട്ട് കാണിക്കാം.
അങ്ങനെ നമ്മൾ പുറകുവശം തയ്ച്ചെടുത്തു, ഫ്രണ്ടിൻ്റെ കഴുത്തും തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡ് പീസാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് സൈഡ് പീസ് വെച്ച് കൊടുക്കാം. വണ്ണം കുറഞ്ഞവർക്കാവുമ്പോൾ നമ്മൾ തയ്ക്കുമ്പോൾ നമുക്ക് ഈ സൈഡ് കുറച്ചുകൂടെ ഒതുക്കിയെടുക്കാം. ഇവിടുത്തെ സ്പേസ് കൊടുക്കാം. നമ്മൾ ടക്കൊക്കെ കൊടുത്ത് ഒതുക്കുന്ന പോലെ നമുക്കിവിടെ കുറച്ചുകൂടെ ഷേപ്പ് കൊടുത്തിട്ട് ഒതുക്കാൻ പറ്റും. വണ്ണം ഉള്ളവരാണെങ്കിൽ, വയറും വണ്ണമൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്ക് ഇതേ ഷേപ്പിൽ തന്നെ അടിച്ചെടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ വണ്ണം കുറഞ്ഞവരാണെങ്കിൽ ഇത് നമുക്ക് ഈ സൈഡിലേക്ക് മാറി നിൽക്കുന്നതുകൊണ്ടാണ് ഇവിടെ ഒതുക്കി കൊടുക്കണം എന്ന് പറയുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് സൈഡ് പീസ് എടുത്ത് വെച്ചിട്ട് അടിച്ചു കൊടുക്കാം. വലിക്കാതെ പതുക്കെ വെച്ച് കൊടുക്കുക. അതിനുശേഷം ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് അടിച്ചു കൊടുക്കുക. നമുക്ക് ഇപ്പുറവശവും കൂടെ അടിച്ചെടുക്കാം. ഇവിടെ കൂടെ നമുക്ക് അടിച്ചെടുക്കാം. ഇപ്പുറ സൈഡും അങ്ങനെ തന്നെ അടിച്ചെടുക്കുകയാണ്. നമ്മൾ രണ്ട് സൈഡിലത്തെ അടിച്ചെടുത്തിട്ടുണ്ട്. പുറകു പീസാണ് നമ്മൾ അടിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് മുൻവശവും കൂടെ ഇതുപോലെ അടിച്ചെടുക്കാം. നമ്മൾ മുൻവശം അടിച്ചു കഴിഞ്ഞു. നമ്മൾ പീസ് പിടിപ്പിച്ചിടം ഓവർലോക്കും ചെയ്ത് മനോഹരമാക്കിയെടുത്തു. ഇനി നമുക്ക് സൈഡ്, നമ്മുടെ ഫ്രണ്ട് സൈഡ് സ്ലിറ്റ് കൊടുത്തിരുന്നല്ലോ നമ്മൾ, അത് നമുക്ക് നമ്മുടെ ചുരിദാറിൻ്റെ സൈഡ് സ്ലിറ്റ് അടിക്കുന്നത് പോലെ നമ്മൾ മടക്കി അടിക്കുകയാണ്. ഫ്രണ്ടിലൊരു ഓപ്പൺ കൊടുത്താണത്, അത് നമുക്ക് മടക്കി അടിച്ചെടുക്കാം. ഇനി നമുക്ക് ഷോൾഡർ കൂട്ടി യോജിപ്പിക്കാം. നമ്മൾ വണ്ണം അടയാളപ്പെടുത്താണ്. നമുക്ക് അളവ് ചുരിദാർ വെച്ചിട്ട് നമുക്ക് വണ്ണം അടയാളപ്പെടുത്താം, എളുപ്പമുണ്ടല്ലോ. അപ്പോൾ നമ്മൾ രണ്ടാക്കി മടക്കിയിട്ടുണ്ട്. അതിന് ശേഷം ഇത് കറക്റ്റ് വെക്കുക. ഷോൾഡർ എല്ലാം കറക്റ്റ് വെച്ചിട്ട് വണ്ണം അടയാളപ്പെടുത്തുക. ഇനി നമുക്ക് കയ്യും കൊടുത്ത് അടിവശം അടിച്ചെടുക്കാം. നമ്മൾ രണ്ട് വശത്തും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്, ഇവിടെ. അപ്പോൾ നമുക്കിനി കൈ കൊടുക്കാം. നമ്മൾ ലൈനിങ് കൊടുക്കുന്നില്ലാത്തതുകൊണ്ട് തന്നെ കൈയുടെ അടിവശം ചെറുതാക്കി മടക്കി തയ്ക്കുകയാണ്. നമ്മൾ ഇറക്കമൊക്കെ കറക്റ്റാണോ നോക്കുക. നമുക്ക് 14 തയ്ച്ച് തീരുമ്പോൾ കിട്ടേണ്ടത്. നമുക്ക് 14.5 ഇവിടെ ഉണ്ട് തയ്യൽത്തും പറക്കും. അപ്പോൾ നമുക്കിനി കൈ വെച്ച് കൊടുക്കാം. ഷോൾഡർ നമുക്ക് ഒരു 3 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് കൈ വെച്ച് കൊടുക്കാം. അടുക്കുന്ന വെച്ച് തുടങ്ങാം. നമ്മൾ കൈയെല്ലാം അടിച്ച് ഓവർലോക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡ് അടിക്കാം. അപ്പോൾ നമ്മളിവിടെ സൈഡ് അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കൈയുടെ വണ്ണം, അടിവശത്തെ വണ്ണം 5 ഇഞ്ചാണ്.
നമുക്ക് ഇതിലേക്ക് ചേർത്തടിക്കാം. ഇവിടെ കൈക്ക് വണ്ണം കുറവായതുകൊണ്ട് ഒരിച്ചിരി ഷേപ്പ് നമ്മളിവിടെ ഈ നടുക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മൾ താഴേക്ക് അടിച്ചിടുകയാണ്. നമുക്ക് സ്ലിറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് നേരെ താഴേക്ക് അടിച്ചിടുകയാണ്. അങ്ങനെ നമ്മുടെ 6 പാനൽ കുർത്തി നമ്മൾ തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് വീതിയുണ്ട്, പക്ഷേ അത് നമുക്ക് ഈ മേശപ്പുറത്ത് ഇങ്ങനെ അത് കാണിച്ചു തരാൻ പറ്റില്ല. അതിൻ്റെ വീതി നമുക്ക് കാണിക്കാൻ പറ്റില്ല. അത്രയ്ക്കും നല്ല വീതിയിലാണ്, നമുക്ക് നല്ല ഫ്ലെയറിലാണ് നമ്മൾ തയ്ച്ചിട്ടുള്ളത്. ഇവിടെ ഓപ്പണൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ മുകളിൽ ബട്ടൺസൊക്കെ കൊടുത്തിട്ടുണ്ട്, ബ്ലാക്ക് ബട്ടൺസൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യുന്നതും കട്ട് ചെയ്യുന്നതുമായ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വേഗം വരാം. താങ്ക്